ഹലോ ഗായ്സ്, ഏവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സംഭവം എന്താണെന്നറിയോ, ഞാൻ വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി. ഇൻ ദ സെൻസ് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഈ തരുന്ന വോയിസ് ഓവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവൻ പറയും. ഹായ് ഗൈസ്, ഞാൻ രാവിലെ നേരത്തെ എണിച്ചു. എല്ലാവർക്കും നല്ല ഉറക്കമായിരുന്നു. അമ്മ എണിച്ചോണെങ്കിൽ ഫോൺ എടുത്ത് ഇങ്ങനെ പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് പല്ലിയൊക്കെയാണ് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പല്ലിച്ച് ഫ്രഷായി മോയ്സ്ചറൈസർ ചെയ്യുന്നു, സൺസ്ക്രീൻ ഒക്കെ എത്തിച്ചാണ് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാരും എണീക്കുന്നേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് എവിടെ എത്തി എന്ന് പറഞ്ഞാൽ അറിയില്ല. ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ പറയാം. നമ്മൾ എറണാകുളം ആന്ധ്രാപ്രദേശിലാണ് എത്തിയത്. അപ്പോഴത്തേക്ക് അച്ചുചേട്ടന് എണീച്ച്. ഞാൻ പിന്നെ ബാക്കി വ്ളോഗ് എടുത്തില്ല. നമ്മൾ ചുമ്മാ കളി ചിരി ഫണ്ണടിച്ച് നിന്നു. അച്ചുചേട്ടനെ കുറച്ച് ലീലാവിലാസങ്ങൾ കണ്ടോണേ. നമ്മളിവിടെ കസാരയിൽ ഇരിക്കുകയാണ്. നമ്മള് സോളാർ കൃഷി. ഇവിടെ എന്താ ഇത്ര സോളാർ കൃഷിയാണ്. പിൻമില്ലൊക്കെ പോലെ ഇവിടത്തെ എനർജി സാന്നിധ്യമായിരിക്കും അല്ലേ? ആയിരിക്കണം. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്താലും നമുക്ക് ഇങ്ങനെ കുറെ ഡൗട്ട്സ് വരും. അതിൽ കൂടെ കാണാം. ഇപ്പുറത്തെ കൃഷിയാണ്. നല്ല ഒരു ഭംഗിയുള്ള ഭംഗി ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്കും അവരെല്ലാരും എണീച്ചു ഗൈസ്. പിന്നെ നമ്മൾ തുടങ്ങി. അതെ, നോ മർസി. ഒരു സൈഡില് നോ മർസി, ഒരു സൈഡിൽ ബിസ്ക്കറ്റ് കൊണ്ട് പേരുണ്ടാക്കുന്ന പരിപാടി. അതെ, അത് നിഖിൽ ചേട്ടൻ കൃഷ്ണ ചേച്ചിയാണ്. ഇവരുടെ കലാവിരുന്നകൾ തരുന്നതല്ല. സംഭവം ഇത്ര ഇതില് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറെ നേരമായിട്ട് നമ്മൾ സെയിം ഗെയിമിൽ സ്റ്റക്കാണ്. കളി തീരുന്നുമില്ല. No mercy, I won't suggest. No. No mercy. Yes guys, this was the day നമ്മൾ നോ മേഴ്സി എന്നൊരു ഗെയിമിനെ വെറുത്തതും മതിയാക്കിയതും. പിന്നെ നമ്മൾ ഈ ഗെയിം കളിച്ചിട്ടേ ഇല്ലേ, ഫുൾ UDW സെഷനില്. ഫൈനലി ഗൈസ്, നമ്മൾ കുറെ സാധനങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. ഫുഡ് അടിക്കുന്നതായാലും. പക്ഷെ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നെ, ചിരിച്ച് മടുത്ത്. ആൻഡ് ഓൾസോ നമ്മൾ അതിന് 200K ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പൊ ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്യണം. നമുക്കിനി നേരെ പൂനിൽ എത്തിയിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മൾ നീണ്ടു പോകും. നമ്മൾ പൂനെ എത്തി പറഞ്ഞ ഹായ് ഗായ്സ്, നമ്മൾ പൂനെ എത്തി. ചാടി ഇറങ്ങാൻ പോവുകയാണ്. നമ്മളതിപ്പോ വീഡിയോ എടുക്കും. പൂനെ വെച്ചൊരു പാട്ട് എടുക്കും. പൂനെ എത്തി. താരകൾ പൂനുമ്പോൾ ഫണ്ണാണ്, ഫൺ. നമ്മളതാ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ എങ്ങോട്ടാണ് കേട്ടോ പോണ? ഫുഡ് അല്ല, ആദ്യം ബാഗ് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പോയിരിക്കുകയാണ്. കഴിച്ചിട്ട് പോയാൽ നമ്മളിന്ന് കിടപ്പാവും. അതിനെക്കാട്ടി നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട്. ഫേസ് വാഷ് എങ്ങനെ? ഒന്ന് പെട്ടെന്ന് മുഖം കൂടെ കാണിച്ചാൽ അതാണ് മെയിൻ. അതാണ് എനിക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടോ റൂമിൽ പെട്ടെന്ന് ഫേസ് വാഷ് ചെയ്യാൻ? ഇങ്ങനെ അടുത്ത പ്രാവശ്യം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എവിടെ ഇടും. മൊത്തം തിരക്കാണ്. അവനെ മാറി എന്നിട്ട് ബാക്കി എടുക്കും. ഒരു കാര്യം ചെയ്യും, ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കഴിഞ്ഞ് ഒന്നാള് കുറയുമ്പോഴത്തേക്ക് വ്ളോഗ് എടുത്തു തുടങ്ങാം. അല്ലല്ലോ സ്കൂ കൂട്ടി കൂടെ എടുത്താൽ ചിലപ്പോ അടിച്ചൊന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ സൂക്ഷിച്ച് നടക്കട്ടെ. ഭയങ്കര കുറച്ചധികം ഉണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ഫോൺ ഇത് ഗോപ്രോ ഓഫ് ചെയ്തിട്ട് ഞാനങ്ങ് നടക്കുവാണ്. ബാക്കിൽ എല്ലാവരും ഉണ്ട്, അച്ഛനൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ സീ യാ ഗൈസ്. ഞാൻ തിരക്ക് പറഞ്ഞപ്പോ ഒന്ന് ഓണാക്കി, പക്ഷെ ശബ്ദം ഒന്നും കിട്ടിയില്ല. അതാ. അപ്പൊ നമ്മൾ എക്സിറ്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സമയത്ത് കണ്ടോ, ഹരിഷ്മ ചേച്ചി തള്ളു. ഞാൻ ജസ്റ്റ് ഒന്ന് വീഴാൻ പോയപ്പോഴത്തേക്കും എന്തോ ഒന്നും അറിയാത്ത പോലെ അഴുക്ക പെണ്ണ്. പക്ഷെ ഈ പെണ്ണ് ഇപ്പൊ വീഴുന്നു നോക്കിയോ. റെഡി, 3, 2, 1. അയ്യോ, വീടില്ലേ, നോക്കിയോ. അതാണ് എന്നെ തള്ളിയ എങ്ങനെയൊക്കെ വീഴും. ചെറുതായിട്ട് നമ്മളെ ലെസ്കു ഒന്ന് വീണു. ലെസ്കു കാല് കുത്തി വീണതിന് വരെ ബാക്ക് തട്ടിയാണ് ഇറങ്ങിയത്. ഓക്കെ, എന്നിട്ട് ലെസ്കു ഓക്കെ ആണെന്ന് ഓക്കെയാണോ? ബാക്കിയുള്ളവർ പൂനെയിൽ വലത് കാല് വെക്കുമ്പോൾ ലെസ്കു മാത്രം ബാക്ക് കുത്തിയാണ് ഇറങ്ങിയത്. നിങ്ങളത് ശ്രദ്ധിക്കണം. എനിവേ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ വേണ്ടി ക്യാബ് തപ്പുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഊബർ അങ്ങനത്തെ ആപ്പ് വരെ നമ്മൾ നോക്കി. പക്ഷെ ഈ വരുന്നവരെല്ലാവരും 1000 ഒക്കെ വരുന്നത്. ഏകദേശം 2.3 കിലോമീറ്റേഴ്സ് ഉള്ളു ഇവിടെ നിന്ന്. എന്നാലും അവർ ഇത്രയും റേറ്റ് പറയുന്നതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടും അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാബിലാണ് പോയത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 600 സംതിങ് എന്തോ ആണ് പറഞ്ഞത്. പിന്നെ നമുക്ക് വേറെ വഴിയില്ല, രാത്രിയും കൂടെ ആയില്ലേ, ഇത്രയും ലേറ്റും കൂടെ. അപ്പൊ നമുക്ക് അപ്പാർട്ട്മെന്റിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുകയും വേണം. അതുകൊണ്ട് നമ്മൾ എടുത്തു. നമ്മളിപ്പോൾ ഊബറിൽ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. കണ്ടോ,
ഫ്രണ്ടിലൊരാളും കൂടെ ഉണ്ട്. അയാൾ ഫോണിൽ ബിസിയാണ്. അപ്പോൾ നമ്മൾ ഇനി അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ട് ബാക്കി കാണാം. നമ്മളെല്ലാവരും മുഷിഞ്ഞിരിക്കുകയാണ്. സ്ഥലം ബൈ. അപ്പം അപ്പാർട്ട്മെൻറ്റിലേക്ക് ബൈ. ഓക്കെ, ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്യാനുണ്ട് സ്ഥലമുണ്ടോ? ചെക്ക് ഇൻ പരിപാടി നടക്കുന്നേ ഉള്ളൂ. ചെക്ക് ഇൻ പരിപാടി കഴിഞ്ഞ് നേരെ റൂമിലേക്ക്. ഓക്കെ ബൈ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രോപ്പറായിട്ടൊരു വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും പ്രോപ്പർ അല്ലാതെ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എനിവേ ഇതുവരെ കണ്ടു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിനി നേരെ റൂമിലോട്ട് പോകാം. നമ്മളെത്തി. നമ്മളിപ്പോൾ റൂംസിലേക്ക് കയറുകയാണ്. 402, 401, 403. ഓക്കെ ഗൈസ്, നമ്മൾ 4 BHK അപ്പാർട്ട്മെന്റ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം എല്ലാ റൂമും ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു, നമ്മുടെ മാത്രം ആവുന്നില്ല. അപ്പൊ അതൊന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അവസാനത്ത് ശരിയായി. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. കിടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ കണ്ടോ? ഓ, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് ഞാൻ പോയി എന്റെ ബാൽക്കണി കാണിക്കട്ടെ. മാറൂ. ഇതാണ് നമ്മുടെ ബാൽക്കണി. എങ്ങനെയുണ്ട്? ഇവിടെ തുണി ഇങ്ങനെ വിരിക്കാം. ഉണങ്ങാത്തതല്ലേ ഇവിടെ ഉണങ്ങും. പക്ഷെ ഇവിടെ മഴയുണ്ട്. നല്ല വ്യൂ അല്ലേ ഗൈസ്? കൊള്ളാം, രസമുണ്ട് കേട്ടാ. ഗുഡ് അപ്പാർട്ട്മെന്റ്. നല്ല പൈസ പൊട്ടിയെങ്കിലും ഉയ്യോ ഇവിടെ നിന്ന് വീണാലും മരിക്കും കേട്ടോ. ഭാര്യ ഇവിടെ നിന്ന് വീഴാൻ പാടില്ല. ഇംഗ്ലീഷ് ചേട്ടാ സെല്ലിങ് മെനി ഇംഗ്ലീഷ് വാക്കുകൾ. ഹായ് പറയട്ടാ. എല്ലാവരും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഗേൾസിന്റെ മുറി. ഹായ് പറയൂ. ഹായ് പറയൂ. ഹായ്. കണ്ടോ ഫാൻ കണ്ടോ? ഓക്കെ, ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. വർക്കാവോ? ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടെ നമുക്ക് ഇതുണ്ട്. ഗൈസ്, അപ്പൊ നമ്മൾ അതിഥി അപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് നിന്നത്. ആക്ച്വലി നമുക്ക് പെർ ഡേ 7,000 ആയിരുന്നു. അപ്പം എങ്ങനെ പോയാലും നമ്മൾ ആക്ച്വലി 10-11 പേരുണ്ട്. പെർ ഹെഡ് ഐ ഗസ് 700 അല്ലെങ്കിൽ 600 to 700 ഇടയിലായിരുന്നു നമുക്ക്. ആക്ച്വലി അടിപൊളി അപ്പാർട്ട്മെന്റ് ആയിരുന്നു, വെറുതെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അപ്പാർട്ട്മെന്റ് ടൂർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി ഫുഡ് കഴിക്കാൻ പോയി. ആക്ച്വലി ഫുഡ് ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ നമുക്ക് ആദ്യം കണ്ട ഒരു കടയിൽ കയറി അങ്ങ് ദാൽ ചാവൽ കഴിച്ചു. എനിക്കന്ന് അതിന്റെ ഫുട്ടേജസ് ഉണ്ടാ നോക്കട്ടെ. ദാൽ ചാവൽ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഫുഡ് തപ്പി ഫുഡ് കിട്ടിയില്ലായിരുന്നു. കടയിൽ കയറിയപ്പോഴത്തേക്ക് ഫുഡ് കിട്ടി. അപ്പൊ എല്ലാവരുടെ കൺട്രോൾ ആയിട്ട് എല്ലാവരും അപ്പം കഴിച്ച് തീർന്നായിരുന്നു കേട്ടോ. അതാ അവസാനത്തുള്ള അടിപൊളി ഫുഡായിരുന്നു. ഗുഡ് ഫുഡ് വിഷയമായിരുന്നു. അല്ല ഈ ബയ്യൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. കണ്ട അപ്പുറത്തുനിന്ന് 2 പേര് കഴിക്കുന്നുണ്ട്. അവരുള്ള ഫുഡ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് തന്നു. നന്ദിയുണ്ട്. അച്ഛാണ് വലിയ ക്രെഡിറ്റ്സ്. പിങ്കി മോൻ അല്ല പിങ്ക്. ഫുഡ് കഴിച്ച് ഫുഡ് വയറ് നിറഞ്ഞോന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ സെറ്റ് ആവണ്ടായിരുന്നു. നിറഞ്ഞ് കവിഞ്ഞു പോവാതിരുന്ന നന്നായി. എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സെറ്റായ കൊള്ളാം. പക്ഷേ ഫൈനാണ്. രാജഭോഗി ചാവല എന്നൊന്ന് രാജമ്മ ചാവല രാജ്മ ചാവൽ. സംഭവം എന്ന് പറഞ്ഞാൽ രാജ്മ ചാവലല്ല ആക്ച്വലി, അത് ദാലും ചാവലും ആയിരുന്നു. ദാൽ ചാവൽ അതാണ് ദാൽ ചാവൽ. പരിപ്പ് കറിയും ചോറും. പരിപ്പ് കറിയും ചോറും ഗ്രീൻ പീസ് കറിയും അച്ചാറും അടിപൊളിയായിരുന്നു. സീരിയസ് ആയിട്ട് പറയാമല്ലോ. നൈസ് ഫുഡ്. നമുക്ക് പെർ ഹെഡ് 58 rupees ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ ക്യാമറ എടുത്തോണ്ടാണ് പട്ടി വരയ്ക്കുന്നത്. ഒന്നും പിന്നെ കട്ട് ചെയ്യണം. ഓക്കെ ബൈ. ബ്രോ പട്ടിയൊക്കെ നമ്മൾ കേരളത്തിൽ എത്ര പട്ടിയെ കണ്ടിട്ടുള്ളത്? മഹാരാഷ്ട്രയൊക്കെ നമുക്ക് ഗല്ലി ബില്ലി ആണെങ്കിൽ പട്ടിയെ കാണണ്ടേ? പട്ടിയെ കാണാൻ പറ്റുന്നില്ലല്ലോ. കട്ടയ്ക്ക് നടന്നാൽ നമ്മൾ കട്ടയ്ക്ക് എങ്ങ് നടക്കുവാണ് ഗൈസ്. പട്ടി കടിക്കാൻ വരുവാണെങ്കിൽ ഓടുമ്പോൾ പട്ടി അടിക്കാൻ വരുമ്പോൾ നിൽക്കണം അവിടെ. ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്ക് ഓടാണ്ടേ. ഇത് തന്നെ അപ്പാർട്ട്മെന്റ്. എവിടെ പോകണം? അപ്പൊ ഇത് ഗൈസ് നമ്മൾ വീണ്ടും അപ്പാർട്ട്മെന്റിലെത്തി. നമ്മളിതാ കയറുകയാണ്. നമ്മൾ ഡോർ അടയ്ക്കണം. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അപ്പോൾ ഈ ഡോർ അടച്ചിട്ടല്ലേ നടക്കണ്ടേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് വിളിക്കാം. ഓക്കെ അത് തന്നെ. എടുത്തില്ല വിളിക്കും. അവൻ കിടന്നുറങ്ങി. അവൻ ഔട്ട്രാ പോലും എടുക്കാണ്ട് കിടന്നുറങ്ങി. എനിവേ ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. I will see you in the next vlog. Bye. ഇല്ല ഗൈസ്, ഇതിന് ബോണസ് ക്ലിപ്പ് ഇല്ല. സോറി